123 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. മതി. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ എന്റെ പ്രസംഗ വിഷയം വിരുന്നൊരുക്കുന്ന ദൈവം. എല്ലാവരും പറഞ്ഞാട്ട് വിരുന്നൊരുക്കുന്ന ദൈവം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, വലിയ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ ഭക്തന്മാര് വന്നിരിക്കുന്നു. എളിയവനെ അവരുടെ നടുവിൽ ഒരു പ്രചോദനം നൽകേണ്ട ദൂതനായി ഈ രാത്രി നിയോഗിച്ചാക്കിയിരിക്കുന്നല്ലോ. ജനത്തിന് അങ്ങ് കൊടുക്കുവാൻ എന്താഗ്രഹിക്കുന്നുവോ അത് ഈ രാത്രി നൽകുവാൻ കൃപ ചെയ്യണമേ. അടിയനേക്കാൾ ശ്രേഷ്ഠന്മാരായ നിരവധി ഭക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായി പ്രസംഗിച്ച ഈ വാക്യം ഇന്ന് രാത്രി പുതിയൊരു ദൂതുമായി ഞങ്ങളുടെ മധ്യ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് സാഹസിക്കും. 7 ക്രൂശിനെ മറയുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അനുഗ്രഹീതമായ സങ്കീർത്തനം ദൈവം എൻ്റെ ഇടയനാണെന്ന് ദാവീദ് എന്ന ഭക്തനായ ഇസ്രായേലിന്റെ മധുരഗായകൻ പറഞ്ഞു പാടിയിരിക്കുന്ന ഒരു കൊച്ചു സങ്കീർത്തനമാണ്. എത്ര പ്രസംഗിച്ചാലും അതിന്റെ വ്യാപ്തി തീരാത്ത ഒരു സങ്കീർത്തനം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ഇടയനെ ഒരു നല്ല ഇടയനായിട്ട് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഇടയൻ ശ്രേഷ്ഠ ഇടയനായിട്ട് മാറുകയാണ്. അതൊന്നും പ്രസംഗിക്കാൻ ഞാൻ ഇന്ന് പകൽ സമയമെടുക്കുന്നില്ല. വിരുന്ന് ഒരുക്കുന്നവനായ ദൈവം. ശ്രേഷ്ഠ ഇടയൻ ഒരുക്കുന്ന വിരുന്നിന് 4 വിധ ശ്രേഷ്ഠതകളുണ്ട്. ലോകം ഒരുക്കുന്ന വിരുന്നിന് 4 വിധ പരാജയങ്ങളുമുണ്ട്. സമയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ 4 കാര്യം ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ധാരാളം വിരുന്നുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു വിരുന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നാൽ ഹേരോദാവ് തന്റെ ജനനോത്സവത്തിൽ. അതെ, മുമ്പേ വായിച്ച വാക്യം ഏതായിരുന്നു? 6:11. ഇപ്പം വായിച്ചതാ ശരി. 21. എന്നാൽ ഹേരോദാവ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു കഴിച്ചപ്പോൾ ഒരവസരം വന്നു. ഹേരോദിയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്ത് ഹേരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം, മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു. എന്തു ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു. അവൾ പുറത്തിറങ്ങി അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ തരയണം എന്ന് പറഞ്ഞു. രാജാവ് അതിദുഃഖിതനായെങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലാഞ്ഞു. ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിരുന്നാണ്. അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഹേരോദാവ് നടത്തിയ തന്റെ ജനനോത്സവം, നമ്മുടെ ഭാഷയിൽ ബർത്ത്ഡേ. എത്രാമത്തെ ആണെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. തന്റെ ജനനോത്സവത്തിൽ ദേശത്തിലെ മഹത്തുക്കളെയും
സഹസ്രാധിപന്മാരെയും ഗലീലയിലെ പ്രമാണികളെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു വലിയ വിരുന്നൊരുക്കുകയാണ്. ഈ വലിയ വിരുന്നിൽ തന്റെ ഭാര്യ ഹേരോദ്യയിൽ ഉള്ള മകൾ പരസ്യവേദിയിൽ നൃത്തം ചെയ്തു. നൃത്തം രാജാവിന് ഇഷ്ടപ്പെട്ടു, ജനത്തിനും ഇഷ്ടപ്പെട്ടു. നൃത്തത്തിൽ സന്തോഷിച്ച രാജാവ് വിരുന്നിനിടയിൽ പറഞ്ഞു, നീ എന്തു വേണമെങ്കിലും പ്രതിഫലമായി ചോദിച്ചോ, ചോദിക്കുന്നത് നിനക്ക് ഞാന് തരും. ഇനി ഈ രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും ഞാനത് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചു വെളിയിൽ ഇറങ്ങിപ്പോയി ഹേരോദിയോട് ചോദിച്ചു, അമ്മേ, ഞാൻ എന്താണ് സമ്മാനമായി ചോദിക്കുന്നത്? ഒട്ടും താമസിയാതെ അവൾ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ തല ചോദിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുകളിൽ നമ്മുടെ വാക്യം വായിച്ചായിരുന്നു, ഒരു തരം വന്നെന്ന് എഴുതിയേക്കുന്നത്. നിങ്ങളത് വിരുന്ന് കഴിച്ചപ്പോൾ ഒരു അവസരം വന്നു. ആ പുസ്തകത്തിൽ അവസരം വന്ന, നമ്മുടെയൊക്കെ പുസ്തകത്തില് ഒരു തരം വന്നെന്ന്. രണ്ടും ശരിയാ. ഇപ്പൊ പുതിയ പുതിയ പരിഭാഷയാണല്ലോ. ദാനിയേലിന്റെ പരിഭാഷ, യോനാച്ചന്റെ പരിഭാഷ, ചെറിയാച്ചന്റെ പരിഭാഷ, അങ്ങനെ മാറി വരുന്നതുകൊണ്ട് ഭാഷയിലും വ്യത്യാസം വരുന്നു. കുഴപ്പമില്ല, എല്ലാം അർത്ഥം ഒന്നാ. ഒരല്ലിയെ പറഞ്ഞ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരം വന്നു. എന്താണ് തരം? തന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചവന്റെ തല വെട്ടാനുള്ള അവസരം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യോഹന്നാൻ ചെയ്ത ആകെ കുറ്റം, ഇവൾ യഥാർത്ഥത്തിൽ ഹേരോദാവിന്റെ സഹോദരൻ പീലിപ്പോസിന്റെ ഭാര്യ. ചേട്ടൻ സഹോദരന്റെ ഭാര്യ ഇവൻ അടിച്ചെടുത്തേക്ക്. നീതിയുള്ള, വിശുദ്ധിയുള്ള, ദൈവകൃപയുള്ള പ്രവാചകൻ മുഖത്ത് നോക്കി പറഞ്ഞു. രാജാവൊക്കെ വേറെ കാര്യം. സ്തോത്രം. ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റി ചെയ്ത കാര്യം തെറ്റായി പോയെന്ന് പറഞ്ഞത് ഹേരോദാവിന് ഭയവും വിറയിലും ഉണ്ടാക്കി. പക്ഷെ അമ്മാമ്മ തീരുമാനിച്ചു, ഇനിമേലിൽ ആരോടും ഇത് പറയാൻ ഇവൻ ശേഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൂതൊക്കെ നമുക്കിഷ്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂടൽ കുഞ്ചാനെ കുറിച്ചുള്ള കഥകൾ കേട്ടത്. അത് വായിക്കുമ്പോഴാണ് ഈ ദൂത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു വന്നത്. ഇന്നലെ പറഞ്ഞ ദൂത് ഇന്നലെ കിട്ടിയതാണ്. മിനിഞ്ഞാന്ന് പറഞ്ഞ മിനിഞ്ഞാന്ന് ഇത് ഇന്ന് കിട്ടിയ ദൂതാണ്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കുറിച്ചുകൊണ്ട് വന്നൊന്നുമല്ല. ഇത് ഇന്ന് പ്രാർത്ഥിച്ച് തന്ന ദൂതാ പറയാൻ പോകുന്നത്. ഇന്നലെ പ്രാർത്ഥിച്ച ദൂതാ പറഞ്ഞു. ഈ 2 ദിവസങ്ങളിൽ ഇടപെട്ടത് ആരോടൊക്കെ ഉണ്ട്? ഇന്നും ഇടപെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ വർഷവും 40 ദിവസം ഉപവാസം ഈ വാര്യാപുരം യോനാച്ചാന്റെ മുറ്റത്ത് പന്തലിട്ട് നടക്കും. ഇതിനകത്ത് ഒരു പരിഹാസി ദൂത് കേൾക്കാനായിട്ട് വരും. അദ്ദേഹത്തിന്റെ പേര് മത്തായിച്ചൻ എന്നാണ്. മത്തായിച്ചനകത്തിരുന്നപ്പോൾ കൂടൽ കുഞ്ചായൻ പരസ്യമായിട്ട് ദൂത് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ ആറ്റരികത്തെ കാക്ക നിന്റെ കണ്ണ് കുത്തിപ്പറിച്ചുകൊണ്ട് പോകുന്നു. അന്ന് അങ്ങനെയൊക്കെയാ ദൂത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാവശ്യമേ പറയത്തുള്ളൂ. അവനെന്തോ ചെയ്യണം. ഇത് ഹേരോദി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ നീട്ടിക്കൊണ്ട് പോയതാ. നമ്മളൊക്കെ ആണെങ്കിൽ അന്നേരെ കരുത്ത് വിട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ മത്തായിച്ചനോട് പരസ്യമായിട്ട് യോനാച്ചാൻ ഇരിക്കുന്ന വേദിയിൽ മത്തായിച്ചനോട് കൂടൽ കുഞ്ചാൻ പറഞ്ഞു, നിന്റെ കണ്ണ് കാക്ക കുത്തിക്കൊണ്ട്. 40 ദിവസം അനുഗ്രഹിക്കപ്പെട്ട യോഗം നടന്ന് ധാരാളം പേര് അഭിഷേകം പ്രാപിച്ചു, ധാരാളം പേര് രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേര് സ്നാനപ്പെട്ട് യോഗം കഴിഞ്ഞു.
പിറ്റേ വർഷം 40 ദിവസം ഉപവാസം ആരംഭിച്ചു. ആരംഭിച്ച ദിവസം ഈ മത്തായിച്ചൻ വന്ന് ജനലിന് വെളി നിന്നിട്ട് അകത്ത് കയറാതെ, എടാ കൂടെ കുഞ്ഞുഞ്ഞെ കള്ള, നീ കള്ളപ്രവചനം പറഞ്ഞ് നടക്കുകയല്ലേ? കഴിഞ്ഞ വർഷം നീ പറഞ്ഞില്ലേ എന്റെ കണ്ണ് കാക്ക കൊത്തു വന്ന്, എന്റെ കണ്ണിപ്പോഴും ഉണ്ടടാ, കാക്കൊന്നും കൊത്തിപ്പറിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് കള്ളപ്രവാചക എന്ന് വിളിച്ച് ഈ കുഞ്ഞിച്ചാനെ അപമാനിച്ചിട്ട് പോയി. അദ്ദേഹം കുനിഞ്ഞിരുന്ന് സ്തോത്രത്തിൽ ജാഗരിച്ചല്ല, അതൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹം അവിടുന്ന് പോയി, യോഗത്തിൽ കയറാതെ പോയി. വീട്ടിൽ ചെന്ന് അല്പം ഷീറ്റ് എടുത്ത് തൂക്കുപാലം ജംഗ്ഷനിൽ, ഭാര്യ തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പ് തൂക്കുപാലം ജംഗ്ഷനിൽ വന്ന് നിറയെ ആളുമായി വന്ന ബസ്സിന്റെ ഗോവേണി വഴി കയറി മുകളിൽ ഷീറ്റിട്ടു. ഷീറ്റിട്ടിട്ട് താഴെ ഇറങ്ങി ഡോറിലൂടെ അകത്തോട്ട് കയറുമ്പോൾ മുണ്ടിന്റെ ഒരറ്റത്ത് ഒരു കാല് ചവിട്ടിയാ കയറി. അങ്ങോട്ട് കയറിയ സ്പീഡിൽ ഈ ചവിട്ടിയ മുണ്ടിന്റെ ബലം കൊണ്ട് പുള്ളി തിരിച്ച് താഴോട്ട് വീണു. ഇതറിയാത്ത ഡ്രൈവർ വണ്ടിയെടുത്തു, തലയിലൂടെ വണ്ടി കയറി, കണ്ണും തലച്ചോറും തെറിച്ചു. യാത്രക്കാർ ഓടിച്ചെന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരു തുണിയെടുത്ത് പുതപ്പിക്കാൻ വരുമ്പോ കണ്ണില്ല. ആ സമയം കൊണ്ട് കണ്ണ് കാക്ക കുത്തിക്കൊണ്ടു. ആ പുസ്തകം ദേവദാസന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ മുറിയിലുണ്ട്. ആ പുസ്തകം എഴുതിയേക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയൊക്കെ നല്ലതാണെങ്കിലും ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതുപോലെ ഒരു കാലഘട്ടം ദൈവസഭയിൽ മടങ്ങി വരണം. യഥാർത്ഥത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ സഭയ്ക്കകത്തുണ്ടാകണമെന്ന് കൊതിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ആഴമായ പാപബോധമുണ്ടാക്കുന്ന ഒരു ദൈവകൃപ അഭിഷേകം പ്രാപിച്ച ദൈവമകളെ കരമൊന്നടിച്ച് അല്പനിമിഷം അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നാട് ഞെട്ടി. യഹോവയെ കുറിച്ചുള്ള ഭീതി ദേശത്തിന്മേൽ വീണു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെലോഷിപ്പിന്റെ യോഗം നടക്കുകയാ. എല്ലാ വർഷത്തിനേക്കാൾ വ്യത്യസ്തമായി ദൈവത്തെ കുറിച്ചൊരു ഭീതി കുറഞ്ഞ പക്ഷം സഭകൾക്കകത്തെങ്കിലും വെളിപ്പെടാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് സഭകൾക്കകത്ത് വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷക വൃന്ദത്തിന്റെ ഇടയിൽ ദൈവത്തെ കുറിച്ചൊരു ഭീതി വീഴാൻ നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹെരോദാവേ, നീ ചെയ്യുന്നത് പാപമാണ് എന്ന് മുഖത്തു നോക്കി പറഞ്ഞ പ്രവാചകനെ തടങ്കലിലാക്കിയെങ്കിലും ഹെരോദാവിന് ഉള്ളിൽ ഭയമുണ്ട്. പക്ഷെ പാപം ചെയ്ത് പേടി മാറിയ ഹെരോദ്യ, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത് പേടി മാറിയ ഹെരോദ്യ തരം നോക്കിയിരുന്നു, അവസരം നോക്കിയിരുന്നു. ഇന്ന് രാത്രി ഒരു ദൂതൻ എനിക്ക് പറയാനുണ്ട്. നീ നേരോടെ നിന്ന് ഹെരോദ്യയുടെ വ്യാപാരങ്ങൾ ദേശത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഏറ്റെടുക്കുന്നവർ സ്തുതിക്കാതിരിക്കരുത്. അവസരം കിട്ടിയാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനെ, നേരോടെ നിൽക്കുന്നവനെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് നീ നേരോടെ നിന്നേ.
നീ വിശുദ്ധിക്ക് വേണ്ടി സംസാരിച്ചേ 80% നിനക്കെതിരാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ എല്ലാം കാണുമ്പോ കണ്ണടച്ചു പോയേ, നിനക്കെല്ലാരും സപ്പോർട്ടായിരിക്കും. ഇന്ന് രാത്രി തീരുമാനിച്ചോണം നീ ഏത് പക്ഷത്താണെന്ന്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നീതിയോടെ നിൽക്കുന്നവന്റെ തലവെട്ടിയാ തീരുന്നതല്ല ദൈവകൃപ. ഓ, രക്തത്താലേ ജയം, വചനത്താലേ ജയം. ഹല്ലേലൂയ. എന്താണ് ലോകമുണ്ടാക്കിയ വിരുന്നിന്റെ പ്രയോജനം? കൃപയുള്ളവന്റെ തലവെട്ടി വിരുന്ന് അവസാനിച്ചു. ലോകം വിരുന്നൊരുക്കിയാൽ അതിന്റെ പരിണിത ഫലം ഒരു അഭിഷക്തന്റെ കൊലപാതകം. പ്രൈസ് ദി ലോർഡ്. സമയമില്ലല്ലോ. 2 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ബെൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാൺകെ വീഞ്ഞു കുടിച്ചു. ബെൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരുശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു. വായിച്ചോ. വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വിളക്കിന് നേരെ വെളിച്ചമുള്ളിടത്ത് രാജധാനിയുടെ ഭിത്തിയിൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അവന്റെ അരയുടെ ഏപ്പഴിഞ്ഞു. കാൽമുട്ടുകൾ ആടിപ്പോയി. അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ വിളിച്ചു. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെയും കൽദയരെയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2ാമത്തെ ഒരു വിരുന്ന് ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ 2ാമത്തെ ചക്രവർത്തി ബെൽശസ്സർ നടത്തിയ വിരുന്ന. അപ്പൻ പുല്ല് തിന്ന് കിടക്കുക. എന്റെ കൂടെ വരണേ. അപ്പൻ പുല്ല് തിന്നുക. എന്നേരമെങ്കിലും മോനൊരു മാനസാന്തരം വരണ്ടേ? അപ്പൻ കാളയെ പോലെ പുല്ല് തിന്നുമ്പോഴും മകൻ അഹങ്കാരത്തിന് കാലും കൈയും വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എടാ സാറേ ഇരുന്നോ, കാട്ടി പുല്ല് തിന്ന് കിടക്കുക. എന്നേരെങ്കിലും ഈ ചെറുക്കനൊരു മാനസാന്തരം വരണ്ടേ? പക്ഷെ അവന്റെ അകത്ത് നിഗളം കേറി, അഹങ്കാരം കേറി. അവരൊരു വലിയ വിരുന്നൊരുക്കി. ചെറിയ പരിപാടിയല്ല. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തെ സകല മകുത്തുകളെ വിളിച്ചു. എല്ലാവരെയും കാങ്ക രാജാവ് വെള്ളമടിച്ചു. എന്റെ കൂടെ ഒന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. അവൻ എത്ര അതപ്പതിച്ചെന്ന് ഓർത്തോണം. ആ പദം എടുത്തെഴുതിയേക്ക് എല്ലാവരെയും കാങ്ക അവൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കൊതി തീരാഞ്ഞ് ദൈവത്തിന്റെ ആലയത്തിലിരുന്ന പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു പകർന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കൃപയുള്ളവന്റെ അകത്ത് ലോകത്തിന്റെ ഒന്നും കേറാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഈ രാത്രി അങ്ങനെ പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞുകൊണ്ട് പറയുന്ന ഞാൻ ആവർത്തിച്ച്, കൃപ ലഭിച്ചവന്റെ ഉള്ളിൽ, അഭിഷേകം പകർന്നവന്റെ ഉള്ളിൽ
സ്നാനപ്പെട്ടവന്റെ ഉള്ളിൽ, ദൈവം ശുദ്ധീകരിച്ചവന്റെ ഉള്ളിൽ ലോകത്തിന്റെ ഒന്നും കയറാതിരിപ്പാൻ നീ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. കൃപയുള്ളവന്റെ അകത്ത് ലോകത്തിന്റെ ഒന്നും പകരരുത്. ഓ ഹല്ലേലൂയ. വെപ്പാട്ടികളും ഭാര്യമാരും മകത്തുക്കളും എല്ലാം കൂടെ കുടിച്ച് നൃത്തം ചെയ്ത് വിരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കൈവിരൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു സന്തോഷം ഉണ്ടായത്, ദൈവത്തിന്റെ ദാസന്മാർക്ക് കേറി ചെയ്യാൻ കഴിയാത്തടത്തൊക്കെ സ്വർഗത്തിന്റെ കരമിറങ്ങും. പിന്നെ ഇറങ്ങും. ഇന്ന് പകൽ കരമിറങ്ങാൻ നീ സമയം കൊടുക്കരുത്. ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ ഇടം കൊടുക്കരുത്. അല്ലെ ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുകയാ. നിന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങാൻ നീ ആയിട്ട് സമയം കൊടുക്കരുത്. ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ, ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ, നമ്മൾ ഈ പറയുന്ന മുറിയന്യ ഭാഷയ്ക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ടെന്ന് ഇത് വായിച്ചപ്പോഴല്ലേ നമുക്ക് അറിയുന്നേ. എന്തുവാ മെനെ തെക്കേലും ഫാർസി, എന്തർത്ഥമാ? എടാ ബെൽസസറേ, നിന്റെ രാജ്യത്തെ ഞാൻ തൂക്കിയടാ. തൂക്കിയപ്പോ ടോട്ടൽ കുറവുള്ളവനാ. ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിന്റെ രാജ്യത്ത് നിന്നെ നീക്കി, നിന്റെ രാജ്യത്തെ രണ്ടായി കീറി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പകുതി മേത്യർക്കും പകുതി പാർശ്യർക്കും കൊടുക്കുകയാ. ഹല്ലേലൂയ. തീർന്നില്ല, നീ ഈ രാത്രി കൊല്ലപ്പെടുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ചെറിയൊരു മുറി അന്യഭാഷയ്ക്ക് ഇത്ര അർത്ഥം ഉണ്ടെങ്കിൽ ഇന്നലെ നീ ആരാധിക്കുന്ന അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്ന ഓ റബലമന ദുരാജക രഗദര വൈഡേ റിബലേ അർത്ഥേ രമന. കൂടപ്പിറപ്പേ, നിനക്ക് അഗോചരമായി തോന്നുന്ന അന്യഭാഷയ്ക്കകത്ത് ദൈവത്തിന്റെ ഇടപെടലുണ്ട്. നിനക്കത് കേൾക്കുന്ന അത്ര സുഖമല്ലായിരിക്കും. പക്ഷേ ആ പറയുന്ന അന്യഭാഷ സ്വർഗത്തിന്റെ ഭാഷയായതുകൊണ്ട് നീ ഇന്ന് രാത്രി ഓർത്തു ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ഈ അടിച്ച് വിവരം കെട്ട് വെളിവ് കെട്ടിരിക്കുന്നവൻ കൈപ്പത്തി കണ്ടു, അവന്റെ മുഖഭാവം മാറി, അവൻ ഭയപരവശനായി, അവന്റെ അരയുടെ പഴിഞ്ഞു, അവന്റെ കാലുമുട്ടുകളാടി. ഇതാരാന്നറിയാമോ? ലോകം കണ്ട ഒന്നാമത്തെ സാമ്രാജ്യത്തിന്റെ അധിപൻ. ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയോ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഗവർണറോ ഒന്നുമല്ല, സാമ്രാജ്യത്തിന്റെ അധിപൻ. പാടിയെന്ന്, അരയുടെ പഴിഞ്ഞെന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നട്ടും ബോൾട്ടും ഒക്കെ അഴിക്കുന്ന സാധനം മേളിലുണ്ട്. പിന്നെ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതല. നീ ഒന്ന് സഭ മടങ്ങി വരണം ദൈവത്തിങ്കിലേക്ക്. ഇന്ന് രാത്രി ഏതൊക്കെ മേഖലകളിൽ ശത്രു നിന്റെ മേൽ ആധിപത്യം പുലർത്തിയോ അതിന്റെ മേലെല്ലാം ഇന്ന് രാത്രി ഒരു ഏറ്റുപറച്ചിൽ, ഒരു പൊട്ടിക്കരച്ചിൽ, ഒരു അനുതാപം, ഒരു മടങ്ങിയ വരവ്, ഒരു സമർപ്പണം ഈ രാത്രി ഉണ്ടായാൽ ഇന്ന് രാത്രി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. Hallelujah. Praise the Lord. Praise the Lord. ആ രാത്രിയിൽ ബെൽസസർ കൊല്ലപ്പെട്ടു. ലോകമൊരുക്കുന്ന വിരുന്നിന്റെ രണ്ടാമത്തെ ഗുണം, കുറെ കാലം ഭരിക്കേണ്ടിയവനായിരുന്നു, പക്ഷേ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. സ്തോത്രം.
ഈ അടുത്ത കാലത്ത് യുദ്ധം നടക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവൻ ഒരു കാരണമില്ല, അവനെ ഇടപെടേണ്ട കാര്യമില്ല. എങ്കിലും അവനെ വെളുപ്പിനെ 3 മണിക്ക് ഒരു 520 റോക്കറ്റ് അങ്ങോട്ട് വിട്ടു. കനത്ത നഷ്ടമെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇപ്പുറത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അതിന് 13ാമത്തെ ദിവസം ആ പുള്ളി പ്ലെയിനെ കയറിപ്പോയത്. ഇതുവരെയും വന്നിട്ടില്ല, പ്ലെയിനും വന്നിട്ടില്ല, പുള്ളിയും വന്നിട്ടില്ല. ഞാൻ രാഷ്ട്രത്തിന്റെ പേരൊന്നും പറഞ്ഞത് ലൈവാണല്ലോ. ഹലോ, 3 മാസം രാഷ്ട്രത്തിൽ തലവനില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ല പിന്നെ എടുത്ത് പുതിയ ആളിനെ. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെടാൻ പോയതാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഇടപെടലുകളുടെ ഇടയ്ക്ക് നീ കയറി ഇടപെട്ടാൽ നിന്റെ കൈ പൈസ ഉണ്ടായിരിക്കും, സ്വാധീനം ഉണ്ടായിരിക്കും, നീ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിരിക്കും. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അടുത്ത മഞ്ഞുമല നിന്നെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിനറിയാം. ഇന്ന് രാത്രി ദൈവത്തോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരവും നന്നായിട്ട് അടിച്ച് ഒരു നിമിഷം ദൈവം ഉണ്ടായിരിക്കും, നീ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിരിക്കും. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അടുത്ത മഞ്ഞുമല നിന്നെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിനറിയാം. ഇന്ന് രാത്രി ദൈവത്തോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരവും നന്നായിട്ട് അടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചു. ദൈവിക ഇടപെടലുകളുടെ മുമ്പിൽ നമ്മൾ അങ്ങ് സമർപ്പിച്ചോണം. ഈ പാത്രം എടുക്കാൻ പോയപ്പോൾ, ഏത് പാത്രം? യെരൂശലേം ദേവാലയത്തിൽ പാത്രം എടുക്കാൻ പോയവന്മാരെല്ലാം അരക്കിക്കാരും. സ്തോത്രം. അപ്പൊ ഈ ആ ചായുന്ന ഗോപുരത്തിന്റെ പൂന്തോട്ടത്തിന്റെ അറകളിലെല്ലാം വെച്ചിരുന്ന പാത്രം എഴുതുന്നപ്പം വാതിലടയ്ക്കാൻ മറന്നുപോയി. സ്തോത്രം. ദൂതുണ്ടായിരുന്നു, വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കതകുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുന്നു. ഇവിടെ ഭയങ്കര വിരുന്ന് നടക്കുക. ഇവിടെ വിരുന്ന് നടക്കുമ്പോ സ്വർഗം ഒരുത്തന്റെ വലങ്കരത്തെ പിടിച്ചേക്കുക. അവൻ ജനിക്കുന്നതിന് 136 വർഷം മുമ്പേ തമ്പുരാൻ പറഞ്ഞു, നീ എന്റെ ഇടയനാണ്, നീ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. ഇന്ന് രാത്രി എന്റെ കൂടപ്പറപ്പേ, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ പദ്ധതിയുടെ സമയം വരുമ്പോൾ ഏത് കനത്ത സാമ്രാജ്യമായാലും അതിനെ തുറന്നിടാൻ കഴിയുന്ന ഒരു ദൈവകരം നിന്നോടുകൂടെ ഉണ്ട്. ഓ റാബാബാ ശംദാരാലാബാസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3ാമത്തെ രാത്രിയിൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? നിന്റെ മുമ്പിൽ കതകുകൾ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? ഈ രാത്രി സ്വർഗം ചിലതിനെ തിരിച്ചെടുത്ത് നിന്റെ കൈ തന്നിട്ട് അടച്ചവനെ ഭൂതലത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ദൈവകരം ഇവിടെ വെളിപ്പെട്ടു നിൽക്കുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാ. ഓ രാമ ശാന്തരാധരാധര. സമയമില്ലല്ലോ. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യം അങ്ങോട്ട് വായിച്ചു. തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ. 180 ദിവസത്തെ വിരുന്ന്, 6 മാസത്തെ വിരുന്ന്. സ്തോത്രം. രാജ്യത്തിന്റെ മുഴുവൻ ഭരണ നേതൃത്വങ്ങളും ഇവിടെയുണ്ട്. സ്തോത്രം. രാജ്യം ഏതാണെന്നറിയാമോ? ഇന്ത്യ മുതൽ ഹൂഷ് ദേശം വരെ, ആഫ്രിക്ക വരെ. ഹിന്ദുദേശം മുതൽ ഹൂസ് ദേശം വരെയുള്ള 127 രാജ്യങ്ങളുടെ തലവന്റെ വീട്ടിൽ ഇത്രയും രാജ്യങ്ങളിലെ മഹത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 180 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്ന്.
180-ാമത്തെ ദിവസം തന്റെ വീടിന്റെ അരമനയുടെ മുറ്റത്ത് പൂന്തോട്ടത്തിൽ തന്റെ ഗാർഡനിൽ 7 ദിവസത്തെ 2ാമത്തെ വിരുന്ന്. സ്തോത്രം. അവിടെ വീഞ്ഞു കുടിക്കുന്നതിന് എഴുതിയേക്കുന്നത് ആരെയും നിർബന്ധിക്കരുത്, ആരെയും വിലക്കുകയും ചെയ്യരുത്, അവരവരുടെ ഇഷ്ടം പോലെ കുടിച്ചോട്ടെന്ന്. സ്തോത്രം. ഈ 180 കഴിഞ്ഞുള്ള 7 ദിവസത്തെ വിരുന്ന് നടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ അരമനയുടെ പൂന്തോട്ടത്തിൽ അമ്മാമ്മയുടെ വക വിരുന്ന് നടക്കുക. അഗസ്തീനോസിന്റെ വക ഇവിടെ, വസ്തിയുടെ വക അവിടെ. ഒരേ കൊട്ടാരത്തിന്റെ 2 പൂന്തോട്ടങ്ങളിൽ 187 ദിവസമായിട്ട് ഭയങ്കര വിരുന്ന. അപ്പുറത്ത് ലേഡീസ് മീറ്റിങ്ങും ഇപ്പുറത്ത് സഹോദരിമാരുടെ യോഗം എന്ന് എഴുതിയേക്കുന്നത് അവിടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളെല്ലാം കുറ്റം പറയുന്ന ഒരാളാണ് വസ്തി. കാരണം നമുക്ക് എസ്തേറിനോടുള്ള സ്നേഹം കൊണ്ടാണ്. സ്തോത്രം. പക്ഷെ വാസന ഈ സഹോദരി ഒരു മാന്യായ സഹോദരിയാണെന്ന് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. തെറ്റുണ്ടെ പിന്നെ തിരുത്തിക്കോണം. എന്നോടെ പറയാം, എഴുതി വിടുകയൊന്നും ചെയ്യരുത്. നമ്മൾ തിരുത്താൻ തയ്യാറാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളാരും പൂർണ്ണരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയ പോലല്ല യോനാച്ചന്റെ പുസ്തകത്തിൽ. അവർ രണ്ടും എഴുതിയ പോലല്ല ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ. ഹലോ, നമ്മൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ വസ്തി അപ്പുറത്ത് വിരുന്ന് നടത്തുന്നു, അഗസ്തീനോസ് ഇപ്പുറത്ത് വിരുന്ന് നടക്കും. പരസ്യമായി വീഞ്ഞു കുടിച്ച് അഗസ്തീനോസ് നല്ല പോലെ പൂസായപ്പോ പുള്ളിക്ക് ഒരു ആഗ്രഹം, ഭാര്യയുടെ സൗന്ദര്യം നാട്ടുകാരെ കാണിക്കണം. അന്നേരം ഉണ്ടായൊരാഗ്രഹം. അവൾ വന്നില്ല. അവൾ മാന്യായ ഒരു തറവാടുത്തുള്ള പെണ്ണല്ലേ എന്നാ എന്റെ ചിന്ത. തെറ്റുണ്ടെ ക്ഷമിച്ചേക്കണം. 127 രാജ്യത്തെ മാന്യന്മാർ വെള്ളമടിച്ച് പൂസായിരിക്കുമ്പോ അവിടെ വരണ്ടിയോളാണോ ഇവള്? എന്റെ കൂടെ സഹകരിക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എടാ, വിവരവും വെള്ളിയാഴ്ച ഉള്ളപ്പോ ഇവളെ വിളിക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നേരം വിരുന്നുകാരായി വന്നവർക്ക് ഒരു തരം കിട്ടി. എല്ലായിടത്തും ഒരു തരമുണ്ട്, അത് പറയാനാ. ഇവളെ എപ്പോഴെങ്കിലും ആ സ്ഥാനത്തു നിന്നൊന്ന് മാറ്റാൻ ഇവർ അവസരം കാത്തിരിക്കുമ്പോഴാണ് ഇവള് വരാഞ്ഞ്. ഈ ഒരു കാര്യം രാജ്യത്തിന്റെ നിയമലംഘനമാക്കി മാറ്റി. വീട്ടിലെ അല്ല, നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. രാജ്യത്തിന്റെ നിയമലംഘനമാക്കി. ഇവളെ വെറുതെ വിട്ട രാജ്യത്തെ മുഴുവൻ ഭാര്യമാരും ഭർത്താക്കന്മാരോട് ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് 127 രാജ്യങ്ങളിൽ വരാൻ പോകുന്നൊരു ഭവിഷ്യത്താണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പൊ ഇടപെടണമെന്ന് പറഞ്ഞു. പുള്ളി കിക്കായിരിക്കുകയല്ലേ. അവരെല്ലാം പറഞ്ഞതിനെല്ലാം പുള്ളി ഒപ്പിട്ട് സീലും ചെയ്തു. സ്തോത്രം. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അതിനുശേഷം അഹസ്വേരോസ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. ഇനി വല്ല കാര്യമുണ്ടോ? പൂസ് കെട്ടുവിട്ടപ്പോ 2-ാം അധ്യായത്തിൽ പുള്ള കെട്ടം ചെയ്തു. നമ്മളെ കറിയിച്ചിരിക്കാം. ഇന്നലെ പറഞ്ഞ വിധിയെയും അവളോട് ചെയ്ത ഓർത്ത് പുള്ളി ഇപ്പം വിഷമിക്കുക. അപ്പോഴത്തേനെ പുള്ളിയെ വീട്ടിൽ നിന്ന് ഔട്ടാക്കി. ഡൈവേഴ്സ് ലെറ്റർ കൊടുത്തു. ഒപ്പിടാൻ കൊണ്ടുവന്നപ്പോഴാ വിവരം അവൾ അറിയുന്നത്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പിള്ളേർ പുള്ളിയുടെ കൂടെ പോയോ അവിടെ കൂടെ പോയോ എന്നോട് ചോദിക്കല്ലേ, എനിക്കൊന്നും അറിയത്തില്ല. 1-ാമത്തെ വിരുന്നിൽ ഒരു അഭിഷക്തന്റെ തല പോയി. 2-ാമത്തെ വിരുന്നിൽ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ പോയി. 3-ാമത്തെ വിരുന്നിൽ ഒരു ഡൈവേഴ്സ് നടന്നു. നിങ്ങൾ എന്റെ കൂടെ ആണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇതൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ലോകത്തിന്റെ വിരുന്നിനകത്ത് നീ അകപ്പെട്ടാൽ അതിന്റെ അവസാനത്തിൽ ഒരു പ്രശ്നമുണ്ട്.
ഹല്ലേലൂയ. എന്റെ പാസ്റ്ററെ അങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ച് ഞാൻ പോയതല്ലേ, വിളിച്ചതല്ലേ, സ്വന്തമല്ലേ, ഞാൻ പോയെന്നേ ഉള്ളു. ചെന്ന് കയറി അകപ്പെട്ടു പോയതാന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ വിരുന്നുകളിൽ നീ പോകുന്നത് വളരെ സൂക്ഷിച്ചോണം. അതിന്റെ അവസാനത്തിൽ അല്ല ഒരു കേടുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം പറയുമ്പോൾ അത് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഈ 187 ദിവസത്തെ വിരുന്നിനകത്ത് എന്റെ പെണ്ണുമ്പിള്ളയുമായിട്ടുള്ള കുടുംബജീവിതം തകരുമെന്ന് പുള്ളി സ്വപ്നേവ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം വെക്കുവോ? നിങ്ങൾ പറ. തിന്നോ തിന്നേച്ചു പോയി, കുടിച്ചോ കുടിച്ചേച്ചു പോയി. ഇപ്പൊ തകർന്ന ആരുടെ കുടുംബമാ? ഹലോ, കാശ് മുടക്കാരുടെയാ? രാജാവിന്റെ. ഈ ചെലവെല്ലാം ആരുടെയാ? രാജാവിന്റെ. തകർന്ന കുടുംബം ആരുടെയാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞു, എനിക്കൊരിടയനുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ വിരുന്നോർക്കാറുണ്ട്. വീട്ടിൽ വിരുന്നുള്ളപ്പോ അപ്പൻ എന്നെ മറക്കും, വീട്ടിൽ വിരുന്നുള്ളപ്പോ അമ്മ എന്നെ മറക്കും. ഇനി ശൗമേല് പറഞ്ഞാലേ എന്നെ വിളിക്കാറുള്ളൂ. ഇവരെല്ലാം മറന്നാലും എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ലോകം നിന്നെ മറന്നാൽ മറക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദാവീദ് പറഞ്ഞു, ആ വിരുന്ന് സാധാരണ വിരുന്നല്ല, എന്റെ ശത്രുക്കൾക്കാങ്കെ. ഇന്നത്തെ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ശത്രുക്കൾക്കാങ്കെ വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സാധാരണ ആഹാരമുള്ളപ്പം വിളിക്കണ്ട. ഈ ശൗമേലിനെ വിളിച്ചേക്കുന്ന ദിവസമെങ്കിലും ആരെ വിളിക്കണം? അവനെ വിളിക്കണ്ടേ? അവൻ ആറെ ഒഴുകി വന്നൊന്നും അല്ലല്ലോ. ചില്ലറ സ്വാമീന്ന് എടുത്ത് വളർത്തിയൊന്നും അല്ലല്ലോ. അവൻ ഈശായുടെ കൊച്ചൻ തന്നെയല്ലേ? ഹലോ, ജനിച്ചപ്പോ ഇച്ചിരി നീളം കുറഞ്ഞു പോയെന്ന് എന്തെങ്കിലുമൊക്കെ അല്ല ഉള്ളോ? ശൗലിന്റെ പട്ടാളത്തിൽ വിടാനുള്ള യോഗ്യതയില്ലെന്നല്ല ഉള്ളോ? ആറിനെ തീറ്റാനാണെങ്കിലും ചെറുക്കനെ കൊള്ളാമല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. നിന്റെ പൊക്കത്തെയും വലിപ്പത്തെയും പേഴ്സണാലിറ്റിയെയും നിന്റെ ബുദ്ധിയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ശത്രുക്കൾ കാണുകെ വിരുന്നൊരുക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഈ മൂന്നാമത്തെ രാത്രി വിശ്വസിക്കുന്നവർക്കായി. ഹല്ലേലൂയ. ചൂടാര ബല 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 ശബ്ദരാധന റിക ബബ ബബ. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി സ്തോത്രം. ശത്രുക്കൾ മുൻപാകെ മേശ നീ ഒരുക്കി എന്നെ നടത്തിയതാൽ സ്തുതിച്ചിടുന്നു. ശത്രുക്കൾ മുൻപാകെ എന്നെ പ്രിയരേ, പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എണ്ണപ്പെട്ട മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മുടെ യോഗം തീരും. എനിക്ക് കുറച്ച് കാര്യം കൂടെ ഓടിച്ച് പറയാനായിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരിടപെടൽ ദൈവാത്മാവിൽ അനുഭവിക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. താൻ പറഞ്ഞു, എനിക്ക് ഒരിടയനുണ്ട്, ആരും എനിക്ക് വിരുന്നൊരുക്കി തന്നില്ലെങ്കിലും അവൻ എനിക്ക്
വിരുന്നൊരുക്കും. അത് ശത്രുക്കളുടെ മുമ്പിൽ വെച്ച. നിന്നെ പകച്ചവര്, ബാക്കി പറ, നിന്നെ പകച്ചവര് കണ്ട് ലജ്ജിക്കേണ്ടതിന്. ഹല്ലേലൂയ. നീ ഉയരത്തില്ലെന്നും വളരത്തില്ലെന്നും ഒക്കെ വാദിച്ചവര് കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളമൊരുക്കുന്ന ദൈവം ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ശത്രുക്കൾക്കാകെ ചില വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ഉറപ്പുള്ളവര്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 വാക്യം നമുക്കെല്ലാം സുപരിചിതമായ സംഭവമാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മതി. നമുക്ക് ഒത്തിരി 1000 പ്രാവശ്യം കേട്ട എല്ലാ കല്യാണത്തിനും നമ്മൾ കേൾക്കുന്ന മെസ്സേജ്. 1, ഒരു വിരുന്നിൽ ഒരു കൊലപാതകം. 2, രാജാവിന്റെ ദാരുണമായ അന്ത്യവും രാജ്യത്തിന്റെ വിഭജനവും. 3, ഒരു കുടുംബത്തിന്റെ തകർച്ച, ഡൈവേഴ്സ്. പ്രൈസ് ദി ലോർഡ്. 4, ഒരു വീട്ടിൽ അപമാനം വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിരുന്ന, ഭയങ്കര വിരുന്ന, കല്യാണത്തിന്റെ വിരുന്ന. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, യഹൂദന്റെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായാൽ ആ കൊച്ചിന് 1 വയസ്സാകുമ്പോൾ ഒരു കൽഭരണി വീഞ്ഞ് അതിന്റെ അപ്പൻ, അതൊന്നിൽ 6 പറയായിരിക്കും, അല്ലെങ്കിൽ 10 പറയായിരിക്കും, മാറ്റി വെക്കുമെന്നാണ്. അങ്ങനെ 25 വയസ്സുള്ള കൊച്ചിന്റെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ ആ കൊച്ചിന്റെ മുറിയിൽ അതിനുവേണ്ടി സൂക്ഷിച്ച 25 കൽഭരണി വീഞ്ഞ് കാണുമെന്നാണ്. തീർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, തന്റെ മകൾക്ക് വേണ്ടി അപ്പൻ 25 വർഷം കരുതിയ കരുതൽ തീർന്നെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. നമ്മളെത്ര കണക്ക് കൂട്ടി ഹരിച്ച് കുണിച്ചു കൂട്ടി വെച്ചാലും സമയത്തുതകണമെന്നില്ല. സ്തോത്രം. തീരാനായിട്ട് 1 മാസം ഒന്നും വേണ്ട, ഒരു വിരുന്ന് മതി. ഒരു വിരുന്നിൽ അപ്പന്റെ കരുതലെല്ലാം തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് 25 വർഷം ഈ അപ്പൻ ഡ്യൂട്ടി ചെയ്തുണ്ടാക്കിയതെല്ലാം കൂടെ തീരാൻ എത്ര സമയം വേണം പറ? പക്ഷെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, വക്കോളം നിറച്ചോണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഷോർട്ടേജ് വരല്ല. പാത്രങ്ങളിൽ നിറയ്ക്കാനല്ല പറഞ്ഞത്, വക്കോളം നിറച്ചോണം. എന്റെ സാന്നിധ്യം വെളിപ്പെട്ടിടത്ത് ഇനിയും ഒരു പോരായ്മ വരരുത്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിച്ചുണ്ട്? എന്റെ സാന്നിധ്യം വെളിപ്പെട്ടിടത്ത് ഇനിയും ഒരു പോരായ്മ വരാതിരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബത്തിന്റെ ഉള്ളറകളിലെ കരുതലുകള് ഇന്നലെ വഴുതിപ്പോയത്, ഒഴുകിപ്പോയത്. ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ ഗ്യാസ് അടുപ്പ് വരുന്നതിന് മുമ്പേ വിറകടുപ്പ് ഉള്ള കാലത്ത് ചന്തയിൽ പോയി മൺകലം മേടിക്കുമ്പോൾ അമ്മച്ചിമാര് കൊടുക്കുന്നത് കൊണ്ട് പോരത്തില്ല, അത് തിരിച്ചും മറിച്ചു വിട്ട് കൈയിട്ട് ഇങ്ങനെ കൊട്ടു. നല്ല മണിനാറും ചെവി കേട്ടാലേ ആ കലം മേടിക്കത്തുള്ളൂ. അതിന് പൊട്ടലൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കും. സ്തോത്രം. വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ നല്ല അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് മയക്കിയെടുക്കും. സ്തോത്രം. എന്നിട്ട് മാത്രമേ ഇത് ആഹാരം വെക്കാൻ വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ചുമന്ന കലമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് എടുത്തു കഴിയുമ്പോൾ കറുത്ത കലമായിട്ടത് മാറും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ വെള്ളം വെച്ചാൽ ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ കലം അവിടെ കാണും, വെള്ളം അതിനകത്ത്
കാണത്തില്ല. ഉടനെ അമ്മച്ചി പറഞ്ഞൊരു ഭാഷയുണ്ട്, പനിച്ചു പോയെന്ന് പറയും. എങ്ങനെ പോയി? പനിച്ചു പോയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചും മറിച്ചും നോക്കിയാൽ ഈ കലത്തിൽ എങ്ങും ഒരു കിഴുത്ത കാണത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ കലത്തിൽ എന്തില്ല? ഒരു കിഴുത്തയില്ല. പക്ഷെ വെച്ച വെള്ളം തിരികെയുടെ അടി കൂടെ എന്ത് ചെയ്തു? മൊത്തം പോയി. രാവിലെ വരുമ്പോൾ കാരിക്കല അവിടെ ഇരിക്കും. അത് വരാതിരിക്കാനാ അമ്മച്ചിമാർ നേരത്തെ ഇത് എന്ത് ചെയ്യുന്നേ? നല്ല തീക്കകത്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. നിന്നിലേക്ക് പകരാൻ പോകുന്നത് നാളെ നഷ്ടമാകാതിരിക്കാനാ തുടക്കത്തിലെ നിന്നെ തീക്കകത്തൂടെ കയറ്റി വിടുന്നത്. ഹല്ലേലൂയ. തീക്കകത്തൂടെ കയറ്റുന്നെങ്കിൽ ഓർത്തോണം, നാളുകളിൽ എന്തോ ഒന്ന് നിന്റെ അകത്ത് പകരാനാ. ആ പകരുന്നത് ഒഴുകി പോകാതിരിക്കാനാ തമ്പുരാൻ അത് ചെയ്യുന്നതെന്ന് എത്ര പേർക്ക് ഈ രാത്രി വിശ്വാസമുണ്ട്? ഏത് പ്രതിസന്ധിയുടെയും പുറകിൽ ദൈവത്തിനൊരു ഭാവി പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വിരുന്നുവാഴിക്ക് പോലും അതിശയം തോന്നാൻ കാരണം ഇത് മൊത്തം കൂടെ തീരാനുള്ള വിളമ്പ് പുള്ളി വിളമ്പിയിട്ടില്ല. പക്ഷേ എത്ര പേര് വന്നാലും കൊടുക്കാനുണ്ടെന്ന് കരുതിയ സാധനം വിളമ്പാൻ ചെന്നപ്പോ അകത്ത് ഇല്ല. മൊത്തം അപമാനിക്കപ്പെടാൻ പോകുന്ന വിഷയമാണ്. പക്ഷെ ഇരുചെവി അറിയാതെ ആ പ്രശ്നം ഒരാൾ പരിഹരിച്ചു. ഈ ഉലകത്തിൽ ഇരുചെവി അറിയാതെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അത് ഇന്ന് രാത്രി എന്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ മറിയ പറഞ്ഞത്, അവൻ എന്തേലും പറയും, തിരിച്ച് ചോദ്യം ചെയ്യാതെ അതങ്ങ് അനുസരിച്ചോ. അനുസരിച്ചാൽ നിന്റെ കുടുംബത്തിന് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അവര് നിറച്ചു കൊണ്ടു കൊടുത്തു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ ഇത് ഇതുവരെ എവിടെ വെച്ചിരുന്നു എന്ന വിരുന്നുവാഴി പോലും അതിശയിപ്പിക്കുന്ന ഒരു മറുപടി. ആ വീട്ടുകാരെ വിളിച്ചാ പറയും, ശത്രുക്കൾക്കാകെ. പണ്ട് കല്യാണത്തിന് വിളിക്കാഞ്ഞിട്ട് കലവറ നിൽക്കുന്നവന്റെ കയ്യില് മീൻകറിക്കകത്തിടാനും പുളിശ്ശേരിക്കകത്തിടാനും. പുത്രം, മീൻകറി കഴിക്കുന്നവൻ ഛർദ്ദിക്കണം, പുളിശ്ശേരി കൂട്ടുന്നവന് മറ്റസുഖങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി കലവറ നിൽക്കുന്നവനെ കയ്യിലെടുത്തും വെച്ച് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. സ്തോത്രം. അവർ വന്ന് ചോദിക്കും, എങ്ങനെയുണ്ട്, എല്ലാം നന്നായിരിക്കുന്നല്ലോ, ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അകത്തവന്റെ ഉള്ളിൽ ഇത് പരാജയപ്പെട്ട് കാണണം. സ്തോത്രം. ഇവൻ നാണം കെടുന്നത് കാണണം. അവന് ദാവീദിട്ട പേരാണ് എന്റെ ശത്രുക്കൾ. ഹലോ, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, പുറമെ ചിരിച്ച് കളിച്ച് കൈതന്ന് ഗ്ലോറിയും വിക്ടറിയും ഒക്കെ പറഞ്ഞ് അടിക്കൂടെ എന്റെ തകർച്ച കാണാൻ കൊതിക്കുന്ന എന്റെ ശത്രുക്കൾ മുമ്പാകെ എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, നിന്റെ പ്രതിയോഗിയുടെ കാണെ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു മഹാദൈവം ഇവിടെ ഉണ്ടെന്ന്, അതെന്റെ ഇടയനാണെന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ പ്രിയരെ ഒരു കാര്യം പറയാം. നിന്റെ കുഞ്ഞ് അങ്ങ് പഠിച്ച് ഉന്നതനാകുന്നതോ, നിന്റെ കുഞ്ഞിന്റെ കല്യാണം നന്നായി നടക്കുന്നതോ, നിന്റെ കൊച്ചിവിടെ വന്ന് നല്ലൊരു വീട് മേടിച്ച് താമസിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ബാക്കി പറ, ഉണ്ടെന്നേ. നീ വീട് മേടിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിന്നെ നിന്റെ വീട്ടിൽ വരാത്തവരുണ്ട്. സ്തോത്രം. അവരുടെ പൊങ്ങച്ചൊന്നും കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് വരാത്തവരുണ്ട്. ഇവരെ ഒന്നും കുറ്റം പറയാത്ത ദാവീദ് പറഞ്ഞു, എനിക്ക് ഒരിടയനുണ്ട്,
അവൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ അതെന്റെ ശത്രുക്കൾക്ക്, എനിക്ക് എന്നെ മാനിച്ച് എന്റെ തലയെ ഉയർത്തുന്ന, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, സമയമില്ലല്ലോ, നിങ്ങള് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവീൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഒരല്ലേലൂയ പറഞ്ഞേ. ഇത് മറ്റൊരു വിരുന്ന, ഒരു അപ്രതീക്ഷിതമായ സമയത്തെ വിരുന്ന്. നേരത്തെ ഒരു കണക്കൂട്ടലുമില്ല. സ്തോത്രം. ഇന്ന് ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്താമെന്നുള്ള യാതൊരു കണക്കൂട്ടും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് വാസ്തവത്തിൽ ശൂന്യതയുള്ളൊരു വീട്. അനുഭവിക്കേണ്ടവൻ വീട്ടിലില്ല. ഒരുത്തനുണ്ട്, അവനിതൊന്നും ഒരു വിഷയമല്ല. അവന് കന്നാലി, കണ്ടം, നെല്ല്, പോച്ച, പശുക്കൂടെന്നൊക്കെ പറഞ്ഞ് അവൻ നടക്കുന്നതല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും അവന് വലിയ ഗ്രാഹ്യമൊന്നും പക്ഷെ അല്പം പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചവൻ ഒരു പോക്ക് പോയി. അതുകൊണ്ട് ഇനിയും വലിയ പ്രതീക്ഷയൊന്നുമില്ല, ആർക്കും ബുദ്ധിമുട്ട് വരുത്താതെ അങ്ങ് പോണേന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരു അപ്രതീക്ഷിത കാഴ്ച കാണുന്നത്. സ്തോത്രം. ഒരിക്കലും മടങ്ങി വരത്തിരുന്ന കാതിൽ 1000 പ്രാവശ്യം ദുട്ടൻ പറഞ്ഞ ചെറുക്കൻ, പ്രൈസ് ദി ലോർഡ്, ഇനി ഒരു വിടുതലില്ലെന്ന് അനേകരെ ആവർത്തിച്ചു പറഞ്ഞൊരു വിഷയം കേറി വരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, കൈവിടപ്പെട്ട വിഷയത്തെ, എഴുതിത്തള്ളിയ വിഷയത്തെ, നടക്കത്തെന്ന് പറഞ്ഞ വിഷയത്തെ തിരിച്ചു തരാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവനെ കണ്ട മാത്രം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കൈക്ക് പിടിച്ച് ആ വാതുക്കൽ കൊണ്ടുവന്നിട്ട് ഓടണം. പിന്നെ മുഴുവൻ കൽപ്പനയാ അപ്പന്റെ. സ്തോത്രം. അവന്റെ കാലിൽ ചെരിപ്പിട്, അവന്റെ കയ്യിൽ മോതിരമിട്, അവനെ വിശേഷ വസ്ത്രം ധരിപ്പിക്ക്, തടിപ്പിച്ച കാളക്കുട്ടിയെ അറക്ക്, തിന്ന്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു വിരുന്ന കേട്ടോ. സ്തോത്രം പറയണം. ഈ വിരുന്നിന്റെ വിഷയം എന്നാണെന്നറിയാമോ? കാണാതെ പോയതിനെ സ്തോത്രം പറയണം. ഹല്ലേലൂയ. മരിച്ചതിനെ വീണ്ടും ജീവിപ്പിച്ച് ഇന്ന് രാത്രിയിൽ കാണാതെ പോയതിനെ തിരിച്ചു തരുന്ന, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ആ ഒരു മറുപടി ഇന്ന് രാത്രിയിൽ, ഉപവാസത്തിന്റെ 3ാമത്തെ രാത്രിയിൽ എന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഉറപ്പുള്ളവര് പല വിഷയവും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടുവാ നീ. പ്രാർത്ഥന വെച്ചതിന്റെ ഗുണമില്ലെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതൊന്നും ചടങ്ങായിട്ട് മാറല്ല. നിന്നെ ഈ സൂചിമൊന നിർത്തുന്ന വിഷയങ്ങളുമായിട്ട് നാളെ വരും. അപ്പൻ വിറക്കുക, അമ്മ ഭ്രാന്തിയെ പോലെ കരയവ, മുഴുവൻ പ്രതീക്ഷയും പോയില്ലേ. വേറെ ഇവൻ എന്തോ പറഞ്ഞാലും സാധിക്കാം. കാർ മേടിച്ചു കൊടുക്കണോ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണോ, അവനൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൻ പറയാണ്, കൈവിട്ടു പോയതായിരുന്നു, കാണാതെ പോയതായിരുന്നു, ഒരു കണക്കിന് മരിച്ചതായിരുന്നു. പക്ഷെ കണ്ണുനീര് കണ്ട ദൈവം മടക്കി തന്നു, വീണ്ടും ജീവിപ്പിച്ചു,
ഇന്ന് രാത്രി ചില കുടുംബത്തിന്റെ ഉള്ളറയിൽ ദൈവാത്മാ പറയുന്നു, തകർന്ന ചില വിഷയത്തെ, പിശാച് തച്ചുടച്ച വിഷയത്തെ, നീ കരഞ്ഞ് കലകിയ വിഷയത്തെ ഈ രാത്രി മടക്കി തരാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ ആരാധന വിശ്വസിക്കുന്നവന് മാത്രമേ ആരാധിക്കാവുള്ളൂ. എഴുതി തള്ളിയ കൈവിട്ടുപോയ ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു മറുപടി. നമ്മൾ വിചാരിക്കുന്ന വിഷയം വല്ലോ ആണോ ആ വീട്ടിലുണ്ടായേക്കുന്നത്? അപ്പൻ തകർന്നു, അമ്മ തകർന്നു, അവനിറങ്ങിപ്പോയി. അവനിപ്പോ സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിക്കുക. ഇനി അതായിട്ട് അവൻ തിരിച്ചു വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, മുടിയം പുത്രൻ നാട്ടുകാർ പേരിട്ട, ബൈബിളിൽ അങ്ങനെ പേരില്ല, നമ്മളാണ് കൂടിയിട്ട പേരാ. സ്തോത്രം. മുടിയം പുത്രൻ നാട്ടുകാർ പേരിട്ടവനെ പന്നിക്കൂട്ടിന്ന് വരുത്താമെങ്കിൽ, ആ വീട്ടിൽ ആരാധന ഉയർന്നെങ്കിൽ, അവിടെ വിരുന്നൊരുങ്ങിയെങ്കിൽ, ഈ വിഷയത്തിന്റെ മേലും മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. നിനക്ക് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തിന്റെ കര ചലിക്കാൻ പോകുകയാ. നീ ധൈര്യത്തോടെ പറ, എന്റെ ശത്രുക്കൾക്കാങ്കെ എനിക്കവൻ വിരുന്നൊരുക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓർത്തഡോക്സിലുള്ള ചേട്ടൻ വന്ന് ചോദിക്കുക, എന്തിയാ തുള്ളാൻ പോയിട്ട് തലമുറ? എന്റെ 2 പിള്ളേർ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. 2 പേരുടെയും കല്യാണം ഞാൻ ആലോചിച്ച് നടത്തിയേ. നിന്റെ എന്തിയെ ചോദിക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ കത്തോലിക്ക കെട്ടിച്ച പെങ്ങള് ഓർത്തഡോക്സുകാരൻ ചോദിച്ചതിനേക്കാൾ ഒരു പടി കൂടെ കടന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൂത് പറയുന്നത്, നീ സ്വന്തമെന്ന് വിചാരിച്ച പലരും നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിനക്കൊരു കാര്യം പറയാൻ കഴിയും. ഒരു കാര്യം പറയാൻ കഴിയും. യഹോവ എന്റെ ഇടയനാണ്. ഹല്ലേലൂയ. അവൻ ശത്രുക്കൾക്കാങ്കെ, ഈ രാത്രി വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. അവൻ ശത്രുക്കൾക്കാങ്കെ എനിക്ക് വിരുന്നൊരുക്കുന്നവന്. ഓ റബ ശബ്ദര രഗമന. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-2 കൂടെ വാക്യം വായിച്ച് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. അവൻ അവിടെ ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ. ഇത് മറ്റൊരു വിരുന്ന. യേശു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിൽ യേശു എത്തിയത് ഞാൻ ഇന്ന് അങ്ങോട്ട് വരുവാണ്, അവിടുന്ന് അത്താഴം കഴിക്കുന്നൊന്നും അറിയിച്ചു വന്നതല്ല. സ്തോത്രം. യേശു എത്തിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? ഒരു വിരുന്ന് ഒരുക്കി. ആ പന്തിയുടെ പ്രത്യേകത പതിവ് പന്തിയല്ല. ഉയർത്തെഴുന്നേറ്റ ലാസർ ഇപ്പുറത്തെ കസാറയിൽ, ഉയർപ്പിച്ച കർത്താവ് അപ്പുറത്തെ കസാറയിൽ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റവനെ കാണാൻ നാട്ടുകാര്, ഉയർപ്പിച്ചവനെ കാണാൻ നാട്ടുകാര്. സ്തോത്രം. 4 ദിവസമായിട്ട് എന്ത് ഏടി നിങ്ങളുടെ ഉപദേശം എന്ന് ചോദിച്ചോര് വേറെ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
വിരൽ ചൂണ്ടിയ ശത്രുക്കളുടെ മുമ്പിൽ യേശു വിരുന്നുമേശയുടെ അപ്പുറത്ത്, ഉയർത്ത ലാസർ വിരുന്നുമേശയുടെ ഇപ്പുറത്ത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് മാർത്തയും മറിയയും പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങളുടെ ദൈവമാരെന്നറിയാമോ? ശത്രുക്കൾക്കാകെ വിരുന്നൊരുക്കുന്നവനായ ദൈവമാ. നിന്റെ കൂടാരത്തിനകത്ത് മരണത്തിന്റെ തേർവാഴ്ച നടന്നെടുത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷയുള്ളതിനെ റൂമാല് കൊണ്ട് കെട്ടിയെടുത്ത് കല്ലറയ്ക്കകത്ത് ഒതുക്കിയതിനെ, കല്ലുരുട്ടി വെച്ചതിനെ പുറത്തു കൊണ്ടുവന്നിട്ട് നിന്റെ ഭവനത്തെ, വിലാപ ഭവനത്തെ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മറിയ പാടിയ പാട്ട് കാണും. ഞാന് കണ്ടിട്ടില്ലെങ്കിലും എന്റെ ചിന്തയിൽ ഞങ്ങളുടെ വിലാപത്തെ ഇവൻ പാറയെല്ലാരും കൂടെ, ഞങ്ങളുടെ രട്ടവൻ അഴിച്ചു, ഞങ്ങളെ സന്തോഷം. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ മൂന്നാമത്തെ രാത്രിയിൽ നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന, നിന്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷമെടുപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന്. ഓ റബാല ബച്ചരാജ രൗഡമാന വൈഡവേദ അർത്തുരേ ദിഗൽക്കന വച്ചൽ സന്ദരേ ദുഡാ രബലബന ബലവ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ വിരുന്നുകൾ ലോക വിരുന്നുകൾ പോലെയാണോ അതോ ദൈവികമായ വിരുന്നുകളാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ജനനോത്സവം, ബർത്ത്ഡേ സെലിബ്രേഷൻ ലോക മനുഷ്യനായ ഹേരോദാവിന്റെ കൂട്ടുള്ള ബർത്ത്ഡേ പ്രോഗ്രാം ആണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതോ ദൈവമക്കൾക്ക് യോഗ്യമായതാണോ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഭക്തന്റെ വീട് എന്നും വിരുന്ന് വീടാകട്ടെ. അതിന് ഇറച്ചിയും മീനും ഒന്നും വേണമെന്നില്ല. മനസ്സിലോ? അതിന് കഞ്ഞിയും പയറുമായാലും മതി. സ്തോത്രം പറയണം. അതിന് ചക്കയും കഞ്ഞിയായാലും മതി. ഭക്തന്റെ വീടാണെങ്കിൽ അതെപ്പോഴും വിരുന്ന് വീട് പോലാ. എത്ര പേർ സന്തോഷമുണ്ട്? ഇന്ന് രാത്രി നിന്റെ ഭവനത്തെ ഒരു വിരുന്ന് വീടാക്കി മാറ്റാൻ, ഹല്ലേലൂയ, നിന്നെ പകയ്ക്കുന്നവർ, നിന്നെ നിന്ദിക്കുന്നവർ, നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ, നിന്നെ ദുഷിക്കുന്നവർ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വാക്ക് നിർത്തട്ടെ, വായിപ്പിക്കുന്നില്ല. ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ, ഒരു പരീശൻ, യേശുവിനെ ഒരു വിരുന്നിന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ നാട്ടിലെ 10 കാശുള്ള മനുഷ്യനാണ്. യേശുവിന്റെ സ്നേഹിതൻ എന്ന് എഴുതിയേക്കുന്നത്, ഒരു സ്നേഹിതനായ മനുഷ്യൻ. അപ്പോ നാട്ടിലുള്ള പ്രധാനപ്പെട്ട പലരും യേശുവിനോട് സ്നേഹമുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഈ പരീശൻ യേശുവിനെ ആഹാരം കഴിക്കാൻ വിളിച്ചു. പരീശനായതുകൊണ്ടും പണക്കാരനായതുകൊണ്ടും നിന്റെ വീട്ടിൽ വരുന്നില്ലെന്ന് യേശു പറഞ്ഞില്ല, വന്നേക്കാവുന്നത്. സ്തോത്രം. കർത്താവ് സമയമായപ്പോൾ അവിടെ ചെന്ന് അവന്റെ ക്രമീകരിക്കപ്പെട്ട പുൽമൈതാനിയോ എവിടെയാണോ അവിടെ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഇറങ്ങി വന്ന് ഒന്ന് കൈ കൊടുക്കുകയോ ഇരുന്നാട്ടെന്ന് പറയുകയോ ഒരു ചുംബനം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. കാല് കഴുകാൻ വെള്ളമോ കൈ കഴുകാൻ വെള്ളമോ ഒന്നും കൊടുത്തില്ല. പക്ഷെ ഒന്നും കർത്താവ് വലിയ കാര്യമാക്കിയില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ പോയൊന്നുമില്ല. സ്തോത്രം. കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നു. അവിടെ കയ്യിലെ സ്വച്ഛജട മാംസി തൈലത്തിന്റെ ഭരണി അടിച്ചങ്ങ് പൊട്ടിച്ചു. അത് ആ കാൽക്കൽ ഒഴുക്കി, തലമുടി കൊണ്ട് തുടച്ചു, മുഖം കൊണ്ട് ചുംബിച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും വിളിച്ചവൻ പെരയ്ക്കകത്ത് നിൽക്കുന്നേ ഉള്ളൂ. അവൻ അവിടെ നിന്നോണ്ട് ഇങ്ങനെ എഴുതാനുള്ള പരിപാടി ചെയ്യാണ്. എന്തുവാണ് ചെയ്യുന്നത്? ഇയാളെ വിളിക്കണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല,
ഇയാള് ഈ കാലെ പിടിച്ച് തലമുടി കൊണ്ട് തുടച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെ ആരാന്ന് അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ 7 അയലോകത്ത് പോലും പുള്ളിക്കാരിയെ അടുപ്പിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചതൊരു അബദ്ധമായി പോയെന്നൊക്കെ ചിന്തിച്ചകത്ത് നിൽക്കുകയാണ്. പക്ഷെ വെളിയിരിക്കുന്ന ആൾ അകത്ത് ചിന്തിക്കുന്ന കാര്യം അറിയുന്ന ആളാ. അത് ഇവൻ അറിയുന്നില്ല. ഈ വിളിച്ച ആളാരാന്ന് അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല. പ്രൈസലോ. അപ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് അകത്തിരിക്കുന്ന ഇങ്ങനെ എറിയണ്ണിട്ട് അടുക്കളയുടെ ജനലിൽ കൂടെ നോക്കുന്ന ഇവനെ കർത്താവ് വിളിച്ചു, ശിമോനെ. അവൻ വിളിയിട്ടു, എടാ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വലിഞ്ഞു കയറി വന്നോന്നല്ല, വിളിച്ചിട്ട് വന്നതാ. പക്ഷെ ഞാൻ വന്നത് മുതൽ നോക്കുക, നീ വന്ന് എന്റെ കൈക്ക് ഇച്ചിരി വെള്ളം, എന്റെ കാലിന് ഇച്ചിരി വെള്ളം, ഞാൻ പ്രതീക്ഷിച്ച ഒന്നും നീ ചെയ്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാന് മട്ടൻ ഫ്രൈയും ഫിഷ് മോളി, സ്തോത്രം, പ്രൈസലോ, അങ്ങനെ ക്രമീകരിച്ചെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങയെ സൽക്കരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഉടനെ നമ്മുടെ ധാരണ അതൊക്കെയാ കർത്താവിന് ഇഷ്ടമെന്ന. കർത്താവ്, ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും നീ ചെയ്യാതെ നീ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രസാദിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രൈസലോ. പക്ഷെ എനിക്ക് സങ്കടമില്ല, നീ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതെല്ലാം ഇവള് ചെയ്തു. അതുകൊണ്ട് ഞാൻ അവക്കൊരു പ്രൊമോഷൻ കൊടുക്കുക. അവിടെ അനവധിയായ പാപങ്ങൾ ഞാൻ മോചിച്ചേക്കുവാന്ന് പറഞ്ഞു. ഒരല്ലേലിയ പറഞ്ഞേ. വിളിച്ചത് ശിമയോൻ, പ്രാപിച്ചത് അവള്. ഇന്ന് രാത്രി യോഗത്തിന് എത്ര പേര് വന്നെന്നുള്ളതല്ല വിഷയം. ഈ വിരുന്ന് വീട്ടിൽ വന്ന് നീ പ്രാപിക്കാതെ പോകരുത്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ കൊതിക്കുന്നവര് പരമാർത്ഥതയോടെ ഇന്ന് രാത്രി വിളിച്ച കർത്താവിനെ ഒന്ന് ആദരിച്ച് അവനെ ഒന്ന് ആരാധിച്ച് ഒരു വിരുന്ന് വീടിന്റെ അനുഭവം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഉടമരമനക ശബ്ദരാധന. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഭക്തൻ പാടി, എന്റെ വീട്ടിൽ വിരുന്ന് നടന്നിട്ടും പ്രവാചകൻ ശൗമേൽ വന്നിട്ടും ഓർക്കുമെന്ന് വിചാരിച്ചവരാരും എന്നെ ഓർത്തില്ല. പക്ഷെ ഞാൻ തകരത്തില്ല. എനിക്ക് വിരുന്നൊരുക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ അഭിഷക്തന്മാർക്കായി, അങ്ങയുടെ മക്കൾക്കായി ഇന്ന് രാത്രി 7 പ്രാർത്ഥിക്കുന്നു. ഫെലോഷിപ്പിന്റെ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ഈ 3 ദിനങ്ങൾ ശുശ്രൂഷിപ്പാൻ കൃപ തന്നല്ലോ. അങ്ങ് തന്നത് ഒട്ടും മറച്ചു വെക്കാതെ അങ്ങയുടെ ജനത്തിന് കൈമാറി കേട്ട വചനങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാകട്ടെ, അത്ഭുതമാകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ, വഴികൾ തുറക്കട്ടെ. ഓ, ഇന്ന് രാത്രി ചില പുതിയ അനുഭവങ്ങളിലൂടെ ഓരോ കൂടാരങ്ങളും ഒരു വിരുന്ന് വീടിന്റെ അനുഭവമാകട്ടെ. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമേ, രട്ടടിച്ച് സന്തോഷമുടിപ്പിക്കുന്ന ദൈവമേ, ഒരു വിരുന്ന് വീടിന്റെ അനുഭവത്തിലേക്ക് ജനത്തെ നടത്തണമേ. ഹല്ലേലൂയ. അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നെന്ന് ഭക്തനോട് ചേർന്ന് പാടുവാൻ ഈ ദിനങ്ങളിൽ കൃപ ചെയ്യണമേ. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്ങാനും ഒരുപോലെ മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ